RSSന് ഇടക്കാലത്ത് ഒരു ഭരണ അധികാരം കിട്ടി എന്ന് വെച്ച് ഞങ്ങളെല്ലാം വായ മൂടിക്കെട്ടി കളയാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് ഇതിനുള്ള അനുവാദം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിക്കുന്നു, ഇന്ത്യയുടെ അതിർത്തി അംഗീകരിക്കുന്നു, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനിച്ചതിൽ അഭിമാനിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു വിഭാഗം RSS തീവ്രവാദികൾ ഇതിനെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി, രാമരാജ്യം എന്നൊക്കെ പേരിട്ടുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ട് മറ്റ് ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും അവരടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ അവസാനത്തെ ശ്വാസം വരെ പൊരുതും. അല്ല, പക്ഷെ കോടതി ഈ പറഞ്ഞ RSSന്റെ കോടതി അല്ലല്ലോ. കോടതിയല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തിരിക്കുന്നത് ഓക്കെയാണ്, മുത്തലാഖ് നിരോധനം കുഴപ്പമില്ല, അയോധ്യ വിധി കറക്റ്റാണ്, ഇതൊക്കെ കോടതി RSSന്റെ കോടതി അല്ലെങ്കിലും കോടതിയിലേക്ക് ജഡ്ജിമാരെ അല്ല, കോടതി സുപ്രീം കോടതിയിലെ ഒരു വിധി പ്രസ്താവം ബാബരി മസ്ജിദ് സംഭവത്തിൽ ഒരു വിധി പ്രസ്താവം നടന്നതിന് നേരെ പിറ്റേന്ന് സുപ്രീം ഇദ്ദേഹം ജഡ്ജി ഒഴിവാകുക, റിട്ടയർഡ് ആകുക, നേരെ പിറ്റേന്ന് അയാൾ എവിടെ കണ്ടത്, പ്രത്യക്ഷപ്പെട്ടത് BJPയുടെ പ്രതിനിധിയായിക്കൊണ്ട് രാജ്യസഭയിലല്ലേ? രാജ്യസഭയിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെ? തലേ ദിവസം അവസാനത്തെ എങ്ങനെ രാഷ്ട്രപതിയുടെ നോമിനേറ്റ് കഴിഞ്ഞാലോ എന്തോ ആവട്ടെ. ഇതൊക്കെ ഇത്തരം അല്ല, സച്ചിൻ ടെണ്ടുൽക്കർ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അറിയുന്ന കാര്യത്തിനെ പറ്റി അല്ല ചർച്ച ചെയ്യേണ്ട. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവും. അത് ഞാൻ പറയട്ടെ, വിശദീകരിക്കട്ടെ. പൊളിറ്റിക്കൽ സയൻസിൽ ചില അസാധാരണമായ കഴിവുള്ളതായ വിദ്യാഭ്യാസം, നമ്മൾ PT ഉഷ വലിയ ഡിക്ഷണറി ആയതുകൊണ്ടോ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടാ കായിക രംഗത്തിനുള്ള ഒരു പ്രതിനിധി. അങ്ങനെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ അതിൽ വകുപ്പുണ്ട്. ആ വകുപ്പനുസരിച്ച് തെരഞ്ഞെടുത്തതാണ്. താങ്കൾ എന്തിനാ അതിയായ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അപ്പൊ ലീഗൽ ലൂമിനറിയും പറ്റുമല്ലോ. ലീഗൽ ലൂമിനറി രഞ്ജൻ ഗൊഗോയ് അതല്ലേ? അതെ, എങ്ങനെ എല്ലാ മേഖലകളിൽ പലരെയും നമ്മൾ കണ്ടല്ലോ പിറ്റേ ദിവസം രാജ്യസഭയില്. അതെ, എന്തുകൊണ്ടാണ് എല്ലാ മേഖലയിലും തലേ ദിവസം സുപ്രീം കോടതിയിൽ ലീഗൽ ലൂമിനറി ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയിയെ നോമിനേറ്റ് ചെയ്തു അല്ലേ? അല്ല, അതോടൊപ്പം അതിൽ പലതും അടങ്ങിയതാ. ഒരു വാക്കിലൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്തരക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ പരിസരത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ളതായ നിങ്ങളുടെ ഒരു ഗൂഢാലോചനയാണ് അതിനൊക്കെ പിന്നെ പ്രവർത്തിക്കുന്നത്. ആരെ ടെണ്ടുൽക്കറിന്റേതും അങ്ങനെയാണോ? ഇന്നൊന്നെടുത്താൽ എന്താ രാജ്യസഭയിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹം? അങ്ങ് ഈ പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർ കേട്ടാ പോരാ, ഇന്ത്യയിലുള്ള എല്ലാവരും കേൾക്കണം. അങ്ങ് രാജ്യസഭയിൽ വരണമെന്ന് എന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കേൾക്കണം, അവരൊന്ന് ചിരിച്ചോട്ടെ. അല്ല, നമ്മളിങ്ങനെ ബലം പിടിച്ചുകൊണ്ട് തന്നെ വേണ്ടല്ലോ ഈ ചർച്ച. ഒന്ന് ചിരിക്കും ചെയ്യാലോ നമുക്ക് അതിന്റെ ഇടയിൽ. അതെ, തമാശ പറഞ്ഞാണ്. ഓക്കെ, ശ്രീത്തെ തുടരാം. ശ്രീത്ത് പറയട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായ കാര്യമാണ്. ആ കാര്യം നോക്കുന്ന സമയത്ത് നേരത്തെ ശ്രീ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന പല ബാക്ക്ഗ്രൗണ്ടും അതിനുണ്ട് എങ്കിലും അതുമൂലം കാശ്മീരിലുള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ മൗലികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ യൂണിയൻ പാസ്സാക്കുന്ന പല തീരുമാനങ്ങളും ജമ്മു കാശ്മീരിന് ബാധകമാകണമെങ്കിൽ ജമ്മു കാശ്മീരിലെ അസംബ്ലിയുടെ എക്സ്പ്രസ് ആയിട്ടുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്താണെന്ന് തോന്നുന്നു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികവും സൗജന്യവുമാക്കി മാറ്റുന്ന സമയത്ത് പോലും കാശ്മീരിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ 5ാം ക്ലാസ്സിൽ നിർബന്ധമായും അല്ലെങ്കിൽ 5-6 വയസ്സുകളിൽ നിർബന്ധമായിട്ടും 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ കാശ്മീരിലെ കുട്ടികൾക്ക് അത് നിർബന്ധമായിരുന്നില്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിലുള്ള സ്ത്രീകൾ വിവാഹം കഴിച്ച് പുറത്തേക്ക് പോകാം, പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെയുള്ള സ്വത്തിൽ അവകാശം നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങൾ. ഈ നിയമങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാക്കി നടപ്പാക്കേണ്ടുന്നതല്ല എന്നുള്ള ബോധ്യം കോടതിക്കും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു തീരുമാനം അംഗീകരിക്കപ്പെട്ടത്. തന്നെയുമല്ല, ശ്രീ അബ്ദുള്ള പറയുന്നത് പോലെയല്ല, ആർട്ടിക്കിൾ 370 ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു വകുപ്പ് എന്ന രീതിയിലായിരുന്നില്ല, താൽക്കാലികമായിട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഭരണത്തിലുണ്ടായിരുന്ന ആർക്കും തന്നെ അതിനെ ഒരു പെർമനന്റ് ക്ലോസ് എന്ന രീതിയിലത്തേക്ക് കൊണ്ടുപോവുക എന്നതല്ലാതെ അത് താൽക്കാലികമായതുകൊണ്ട് അതിനൊരു കാലപരിധി നിശ്ചയിക്കുന്നതിനോ അതിനെ റിവ്യൂ ചെയ്യുന്നതിനോ ആൾക്കാർ തയ്യാറായിരുന്നില്ല. അതിനുള്ള ഒരു അവസരം വന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ആ സർക്കാർ ഇത് ചെയ്തു, അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു.
അതേപോലെ തന്നെ വളരെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലെയിം കേവലം മതവിശ്വാസം എന്നതിനപ്പുറത്തേക്ക് ആചാര പദ്ധതികൾ അവിടെ ഏത് കാലത്ത് മുതൽ ഏത് കാലത്ത് വരെ തുടർന്നിരുന്നു എന്നുള്ളതിനെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ രേഖകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ വെച്ചിട്ടാണെങ്കിലും അവിടെ കൃത്യമായിട്ടുള്ള തെളിവ് കോടതിയുടെ മുന്നിൽ കാണിച്ചതുകൊണ്ടും കോടതി അത് ബോധിപ്പിക്കാൻ സാധിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ ഈ പറഞ്ഞ ആർക്കിയോളജിക്കൽ സർവേയുടെ പഠനം എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായിട്ടും ചരിത്രപരമായും കൂടിയുള്ള തെളിവുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അയോധ്യ കേസിൽ വിധി ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മുത്തലാഖുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് വളരെ വലിയ രീതിയിലുള്ള സ്ത്രീകൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവർ അന്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം അവർക്ക് പ്രത്യേകിച്ച് അതിന്റെ ഇരയാക്കപ്പെടുന്ന മാത്രമായിട്ടുള്ള ഒരു സാഹചര്യം എന്നത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് 370 എന്ന് പറയുന്നത് ക്ഷമിക്കണം മുത്തലാഖ് എന്ന് പറയുന്നത് ചാലഞ്ച് ചെയ്യപ്പെടുകയും അത് റദ്ദാവുകയും ഒക്കെ തന്നെ ചെയ്തത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പൊതുവായിട്ടുള്ള നീതി വ്യവസ്ഥയോടൊപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള 3 പരിഷ്കാരങ്ങൾ ഉണ്ടാവുകയും അതിനെ കോടതി മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കൾ പറയാം? അതൊക്കെ പലതവണ ചർച്ച ചെയ്തതല്ലേ? താങ്കൾ തന്നെ പറഞ്ഞു ഇത് സുപ്രീം കോടതി തീരുമാനിച്ച വിഷയമാണ്. ചർച്ചാ വിഷയം മുത്തലാഖ് അല്ല. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. അല്ല അല്ല മനസ്സിലാക്കി എന്താണ് വഴി തിരിച്ചു വിടണ്ട. സുപ്രീം കോടതി പറഞ്ഞതേ അറിയുള്ളൂ. എനിക്ക് സുപ്രീം കോടതി പറഞ്ഞതേ അറിയുള്ളൂ. താങ്കൾക്ക് എന്താ? ഞാനൊരു മതപണ്ഡിതനല്ല സാർ. പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഈ നാട്ടിലുള്ള നീതിന്യായ വ്യവസ്ഥ പറഞ്ഞ കാര്യമാണ്. ഞാൻ മതപണ്ഡിതനാണ്. ആയിക്കോട്ടെ, താങ്കളെക്കാൾ വലിയ അവിടെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പണ്ഡിതൻ മാത്രമല്ല, താങ്കൾ ഒരു ഫനറ്റിക് കൂടിയാണ്. ഞാൻ മതപണ്ഡിതനാണ്. താങ്കൾ പറയും മുത്തലാഖ് എന്താണ്? അല്ല, തള്ളിപ്പോയിന്നേ. എന്താണ് മുത്തലാഖ്? എന്തായാലും ഇപ്പൊ ഞാൻ താങ്കളെ മുത്തലാഖ് പുളിയും പോയി, പശു ചത്തും മോരിലെ പുളിയും പോയി, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്?